ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കാണിച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നമുക്ക് കുറേ സബ്സ്ക്രൈബ്സ് ഒരു 10 മില്യൺ 1 മില്യൺ കിട്ടിയാൽ മതി. നമ്മളൊരു സൂപ്പർ പാർട്ടി തന്നെ വെക്കുന്നതായിരിക്കും. ഇതാണ് കേട്ടോ ആദ്യത്തേത്. ഇത് കുറച്ച് ഇന്നലെ വന്നതാണ് കേട്ടോ. മുടിക്കോളപ്പോൾ ഞാൻ ഇന്നലെ ആകുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ ഇടാൻ മറന്നു. നല്ല ഭംഗിൻ്റെ കൂടെ കുത്ത് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഇത് ഭയങ്കര നല്ല സോഫ്റ്റ് ആട്ടോ. കണ്ണീസിൻ്റെ കൂടെയൊക്കെ ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്. പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഫ്ലവറിൻ്റെ കളറിംഗ് ബുക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ? ഇത് 230 രൂപയാണ്, പക്ഷെ അവർ നമുക്കത് തരുന്നത് 100 രൂപയ്ക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു കളറായിരിക്കും. പിന്നെ ക്യാമലിൻ്റെ കളറാണ്. ക്യാമലിൻ്റെ എവിടെയോ കൊണ്ടിട്ടു ഞാൻ, ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വാങ്ങിയ കളർ എടുത്തു. ക്യാമലിൻ്റെ ഇതുണ്ട്, റെഡിൻ്റെ തിരിച്ചാണോ വെച്ചത് കാണിച്ചിടാം. ഇതിൻ്റെ ഡ്രോയിങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഒറ്റ കയ്യിൽ വീഡിയോ എടുക്കുന്നു, അപ്പുറത്തെ കയ്യിൽ ക്രയോണും തുറക്കുന്നു. ഈ എല്ലാം വന്നത് ഒരു ക്യാമറ, 2 ക്യാമറ ഉണ്ട്. ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് കുട്ടൂസ് എന്നാണ് പേര്. ക്രയോണിൻ്റെ കമ്പനി പേര് കുട്ടൂസ് എന്നാണ്. ഞാൻ അപ്പം കളറിംഗ് ബുക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ ഒറ്റൻ ഒന്നും വർക്കാവുണ്ട് വയസ്സ് ഞാൻ ആദ്യം തന്നെ ഗുണപാഠ കഥകൾ കിട്ടുന്നത് 230 രൂപയ്ക്ക് നമുക്ക് 100 രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ. കഥ ബുക്കിന് എത്രയാണ്? 40 രൂപ. ന്യൂ ഇന്ത്യൻ ബുക്സ് ആണ് കേട്ടോ, കാലിക്കറ്റാണ്. മൊബൈൽ ഇതവിടെ നിങ്ങൾ നോക്കി എഴുതി വെച്ചാൽ വേണമെങ്കിൽ ബുക്ക് തുറക്കും. ഇത് ശരിക്കും മലയാളമാണ് കേട്ടോ. ഞാൻ തുറക്കാൻ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഗുണപാഠങ്ങൾ ഉള്ളടക്കം: കുറുക്കനും കൊക്കും, വിഡ്ഢിയായ കഴുത, തയ്യൽക്കാരൻ മാനും, ആടിക്കുട്ടിയും പുലിയും, ധനികനായ ചുണ്ടലി, ആനകളും നമസ്കാരം ചുണ്ടലിയും, പന്മുട്ടയിടുന്ന താറാവ്, വായടിയായ അമ്മ, പിന്നെന്താ വിചാരശൂന്യമായ സാഹസികതയുടെ വിപത്ത് നാട്ടോ. ഇതവിടെ ഒരു ഗ്രീന് വന്നപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ കുറുക്കനും കൊക്കുമാണ്. നമ്മൾ എപ്പോഴും അംഗൻവാടി പോകുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ വായിക്കാൻ ഒരു കഥയാണില്ലേ. ഇത് നമ്മൾ ഒരു ദിവസം കുറുക്കൻ വീട്ടിൽ വിളിച്ചു, ഭക്ഷണം കൊടുത്ത് വീട്ടിൽ വിളിച്ചു. അപ്പോൾ പഴന്ന പാത്രത്തിൽ ചോറ് വിളമ്പി നാട്ടോ. ഇതിൽ കഞ്ഞി. അപ്പോൾ അത് കുറുക്കന് ഇതായിപ്പോയി. കൊക്ക് വിളിച്ചപ്പോൾ കുറുക്കൻ ഇത് ഇതാക്കി ചെയ്യുന്നു. ഫോട്ടോ ലൈക്ക് ചെയ്യണേ. വിഡ്ഢിയായ കഴുത, ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വായിച്ചിട്ട്. ഇതിൻ്റെ ഗുണപാഠം: മടിയൻ മടിയും. ഇതിൻ്റെ ഗുണം: നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇയാളുടെ പേര് മറന്നുപോയി, വിക്രം ഇയാളുടെ പേര് കഴുത. അപ്പോൾ എപ്പോഴും വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഒരു ദിവസം ഉപ്പുണ്ടായി. അപ്പോൾ അത് വെള്ളത്തിൽ മറന്നുപോയി. അപ്പോൾ വിക്രം വിചാരിച്ചു പനി എടുക്കാം. എന്നിട്ട് കുറച്ച് പനി എടുത്തിട്ട് എന്നിട്ടാണ് അതും വെള്ളത്തിൽ കൊണ്ടിട്ട് വെച്ചാൽ ഇതെന്തോ. അപ്പം അതും പോയി. വേറെ എന്തോ ഉണ്ട് കേട്ടോ. തയ്യൽക്കാരന് മാറി വെച്ചിട്ട് പണ്ടത്തെ കഥയല്ലേ. എപ്പോഴും പച്ചക്കറി ഒരു ദിവസം അതിൻ്റെ ഒരു തുമ്പിക്കായി ഇട്ട് സൂചി വെച്ച് കുത്തിയപ്പോൾ അതല്ലേ. തക്ക സമയത്ത് ബുദ്ധിക്ക് വിജയമാണ്. ആടിൻ്റെയും പുലിയും, ധനികനായ ചുണ്ടലി. ഇതിൻ്റെ സാധനയുടെ ഫലം വേദന തന്നെ. ആനകളുടെ മനസ്സുകാരൻ ചുണ്ടലിയും കേട്ടോ.
ചെറുതായിരിക്കുന്ന ഫലത്തിലും ഇതവിടെ പിന്നെ കൊണ്ടുമുട്ടയായിരുന്നു താറാവ്. സോറി ഗൈസ്, ഭയങ്കര തുമ്മലാണ്, ജലദോഷം പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം താറാവിനെ വാങ്ങി, ഒരു സ്വർണ്ണം ഇട്ടു. അപ്പോൾ ഒരു ദിവസം അപ്പോൾ അവന് എന്താ അത്യാഗ്രഹം കൊണ്ട് ഇങ്ങനെ വെട്ടിക്ക്. അപ്പം ഒന്നും ഒരു ദിവസം ഒരു മുട്ടയിട്ടിട്ട് ഈ അത്യാഗ്രഹം ദൂരത്തിലേക്ക് നയിക്കുന്നു മണവാടാട്ടോ. പിന്നെ വയനാട്ടായ അമ്മ ഇനി വായിച്ചില്ല. ഗുണപാഠം നല്ല ചിന്തകൾ അപ്പം ജംഗിൾ ബുക്ക് അവസാനിച്ചിരിക്കും. 9 കഥകളാന്ന് തോന്നുന്നു അല്ലേ? കാരണം ഒരു വലിയ വീഡിയോ കേട്ടോ. 9 കഥകൾ. ഓക്കെ, ഫ്ലവർ ഫണ്ണി കളർ നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാലും എൻ്റെ ഇതൊക്കെ സൈനൊക്കെ കിട്ടും. കളർ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഭംഗിയുണ്ടെങ്കിൽ പറയണേ. ഈ ഒരു ബുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. വേറെ ബുക്കൊക്കെ ഇത് 2 ഫിനിഷ് ചെയ്യണം. ഇത് കഴിഞ്ഞു. ഇനി അടുത്താണ് ഇത് അമ്മ അടിച്ചാട്ടോ. സ്വന്തം കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ പഠിക്കാറുണ്ട്. അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഐഫോൺ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളായിരുന്നു. എൻ്റെ മോജിലും കൂടി ഒന്ന് വയ്ക്കണം കേട്ടോ. ഇത്രയാണ്. താങ്ക്സ് ഫോർ. ഇനി വേറൊരു പോലെ ഇതുണ്ട്. ഇത് ശരിക്കുള്ള മുട്ടയാണോ എന്ന് അറിയാമേ. ഇതാ ഞാൻ കാണിച്ചിടാ. ഇത് ശരിക്കുള്ള മുട്ടയാണോ എന്ന് പറയാം.